അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 31-ാമത്തെ ശ്ലോകം മുതൽ 38 കൂടിയുള്ള 8 ശ്ലോകങ്ങൾ മാത്രമാണ് ഇന്ന് നാം പാരായണം ചെയ്യുന്നതും ഭാഷാഗാനമായി പാടുന്നതും പിന്നീട് പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കുന്നതും. ആ 31-ാമത്തെ ശ്ലോകം മുതൽ ഇപ്പോൾ പാരായണം ചെയ്ത് ആ പരമേശ്വരിയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഭവാനിം കേചനാചാര്യാഃ പ്രവദന്ത്യഖിലാർത്ഥദാം ആദിമായാം മഹാശക്തിം പ്രകൃതിം പുരുഷാനുഗാം ബ്രഹ്മൈകതാസമാപന്നാം സൃഷ്ടിസ്ഥിത്യന്തകാരിണീം മാതരം സർവഭൂതാനാം ദേവതാനാം തഥൈവ ച അനാദിനിധനാം പൂർണാം വ്യാപികാം സർവജന്തുഷു ഈശ്വരീം സർവലോകാനാം നിർഗുണാം സഗുണാം ശിവാം വൈഷ്ണവീം ശാങ്കരീം ബ്രാഹ്മീം വാസവീം വാരുണീം തഥാ വാരാഹീം നാരസിംഹീം ച മഹാലക്ഷ്മീം തഥാദ്ഭുതാം
വേദമാതരമേകാം ച വിദ്യാം ഭവതരോ സ്ഥിരാം സർവദുഃഖനിഹന്ത്രീം ച സ്മരണാൽ സർവകാമദാം മോക്ഷദാം ച മുമുക്ഷൂണാം കാമദാം ച ഫലാർത്ഥിനാം ത്രിഗുണാതീതരൂപാം ച ഗുണവിസ്താരകാരകാം നിർഗുണാം സഗുണാം തസ്മാത് താം ധ്യായന്തി ഫലാർത്ഥിന നിരഞ്ജനം നിരാകാരം നിർലേപം നിർഗുണം കില അരൂപം വ്യാപകം ബ്രഹ്മ പ്രവദന്തി മുനീശ്വരാ വേദോപനിഷദി പ്രോക്തസ്തേജോമയ ഇതി ക്വചിൽ ശ്രീജഗദംബികായൈ നമഃ സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീമഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 1-ാമത്തെ അധ്യായത്തിൽ 31-ാമത്തെ ശ്ലോകം മുതൽ 38 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ വഞ്ചിപ്പാട്ടിൻ്റെ ഇണത്തിൽ നതോന്നതാവൃത്തത്തിൽ പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സാദരം സവിനയം ഭക്തിപൂർവം സമർപ്പിക്കുന്നു. അമ്മേ നാരായണ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ശരണം. മറ്റു ചിലർ പറയുന്നു സർവാർത്ഥവും നൽകുന്നതോ മഹാമായ പരാശക്തി ഭവാനിയെന്നും. മഹാശക്തി സ്വരൂപിണി ആദിമായ പ്രകൃതിയും പരമപുരുഷനെന്നും വിധേയയായും പരബ്രഹ്മ ഐക്യം നേടി സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്ന സകലർക്കും അമ്മയുമായി ആദ്യന്തരഹിതയായി പൂർണ്ണയായി സർവവ്യാപി ഈശ്വരിയായി നിർഗുണയായി സഗുണ ശിവ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വൈഷ്ണവി ശാങ്കരി ബ്രാഹ്മി വാസവി വാരുണി തഥാ വാരാഹിയായി നാരസിംഹിയായി ലക്ഷ്മിയായി വേദമാതാവായി വിദ്യാരൂപിണിയായി സംസാരമാം വൃക്ഷത്തിനു തായ് വേരായി ദുഃഖത്തെയെല്ലാം ഇല്ലാതാക്കും ഈശ്വരിയായി ഭക്തജനങ്ങൾക്കു സർവ ആഗ്രഹവും സാധിപ്പിക്കും ഭഗവതിയായി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം.
നിർഗുണയായി സഗുണയായി ഭക്തജനം വിശ്വസിക്കും നിരഞ്ജനം നിരാകാരം നിർലേപവുമാ രൂപമില്ല ബ്രഹ്മമാണു കാരണമെന്നോതും ചിലർ തേജസ്സേറും പുരുഷനെന്നോതുന്നു വേദം. അമ്മേ ദേവി അമ്മേ ഭദ്രേ അമ്മേ ലക്ഷ്മി അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. അമ്മേ ദേവി നാരായണ അമ്മേ ലക്ഷ്മി നാരായണ അമ്മേ ഭദ്രേ നാരായണ അമ്മേ ശരണം. ദേവി ശരണം. ലക്ഷ്മി ശരണം. ഭദ്രേ ശരണം. വാണി ശരണം. കാളി ശരണം. ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. ദേവീ നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവീ വാഴുക എൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവീ നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. വീഴുന്നു ജ്ഞാനാംബികേ. ശ്രീമദ് ദേവി ഭാഗവതം ജ്ഞാനയജ്ഞമായി അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയായി നമ്മൾ ആരംഭിച്ചിട്ട് ഇന്ന് 166 ദിവസം. ശ്രീമദ് ദേവി ഭാഗവതത്തിൽ 3-ാമത്തെ സ്കന്ധത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 31 മുതൽ 38 കൂടിയുള്ള 8 ശ്ലോകങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്തതും ഭാഷാഗാനമായി പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിച്ചതും. ഇവിടെ വ്യാസന്റെ അടുത്ത് ജനമേജയൻ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. വേദവ്യാസൻ അത് നാരദ മഹർഷിയുടെ അടുത്ത് അതേ ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് പറയുകയാണ്. അപ്പോൾ വേദവ്യാസന് ഒരുപാട് സംശയങ്ങളുണ്ട്. ആരാണ് സൃഷ്ടിക്ക് കാരണഭൂതനായിരിക്കുന്നത്? പലരും പലതരത്തിലാണല്ലോ പറയണത്. നാരദനോട് ചോദിക്കുകയാണ്, ബ്രുവന്തി ശങ്കരം കേജിൽ, ചില ആളുകളെ ശങ്കരനാണെന്ന് പറയുന്നു. അന്യേ വിഷ്ണും സ്തുവന്തി, മറ്റു ചില ആളുകൾ ആ വിഷ്ണുവിനെ സ്തുതിക്കുന്നു. അതേപോലെ ധാതാരം ച തഥാചാന്യേ, ബ്രഹ്മാവിനെ മറ്റു ചില ആളുകൾ. ദിനേശം, അതേപോലെ തന്നെ വരുണൻ, സോമൻ, പാവകൻ, പവനൻ, യമൻ, കുബേരൻ, ഗണപതി, ഇങ്ങനെയൊക്കെ പല ആളുകളും സ്തുതിക്കുന്നുണ്ട്. അവരൊക്കെ പറയുന്നു അവർ സ്തുതിക്കുന്നവരാണ് ലോകത്തിൻ്റെ മുഴുവൻ കാരണഭൂതരായിരിക്കുന്നത് എന്ന്. എന്നാൽ മറ്റു ചില ആളുകളോ 31-ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്, ഭവാനിം കേചൻ ആചാര്യ പ്രവദന്തി അഖിലാർത്ഥതാം ആദിമായാം മഹാശക്തിം പ്രകൃതിം പുരുഷാനുഗാം. ചില ആചാര്യന്മാർ പറയുന്നു അഖിലാർത്ഥങ്ങൾ നൽകുന്നത് ഭവാനി ദേവിയാണ്. ആ ദേവി ആദിമായയാണ്, മഹാശക്തിയാണ്, പ്രകൃതിയാണ്. ആ
പരമപുരുഷന് വിധേയയാണ് ആ ഭഗവതി എന്ന് പറയുന്നു. ബ്രഹ്മൈകതാസമാപന്നാം സൃഷ്ടിസ്ഥിത്യന്തകാരിണിം മാതരം സർവഭൂതാനാം ദേവതാനാം തഥൈവ ച. പരബ്രഹ്മവുമായി ഐക്യം വന്നിട്ടുള്ള ബ്രഹ്മൈകതാസമാപന്നാം, സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്കൊക്കെ കാരണമായിരിക്കുന്ന സർവജീവജാലങ്ങളുടെയും അതുപോലെ തന്നെ എല്ലാ ദേവതകളുടെയും അമ്മയായിരിക്കുന്ന ജഗദംബികയും ജഗതിൻ്റെ മുഴുവൻ, ഈ ലോകത്തിൻ്റെ മുഴുവൻ അമ്മയുമായിരിക്കുന്ന ജഗത് മാതാവായിരിക്കുന്ന ആ ഭഗവതി അനാദിനിധനാം പൂർണ്ണാം വ്യാപികാം സർവജന്തുഷു, ആദ്യന്തരഹിതയായി പൂർണ്ണയായി എല്ലായിടത്തും നിറഞ്ഞ് സർവജന്തുഷു വ്യാപികാം, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന, സകല ജീവജാലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ലോകങ്ങളുടെ മുഴുവൻ ഈശ്വരി, സർവലോകാനാം ഈശ്വരിം, നിർഗുണാം സഗുണാം ശിവാം, നിർഗുണയും സഗുണയും മംഗളസ്വരൂപിണിയും, വൈഷ്ണവിയും ശാങ്കരീം ബ്രാഹ്മീം, വാസവീം വാരുണീം തഥാ വാരാഹീം നാരസിംഹീം ച മഹാലക്ഷ്മീം തഥാത്ഭുതാം. അപ്പോ വൈഷ്ണവി, ശാങ്കരി, ബ്രാഹ്മി, വാസവി, വാരുണി, വാരാഹി, നാരസിംഹി, ഇങ്ങനെയുള്ള അത്ഭുത മാതൃഭേദങ്ങളോടുകൂടിയ മഹാലക്ഷ്മിയും വേദമാതരമേകാം ച വിദ്യാം ഭവതരോ സ്ഥിരാം, വേദങ്ങളുടെ ഏക മാതാവും അതേപോലെ തന്നെ വിദ്യാസ്വരൂപിണിയാണ്. ഭവതരോഹോ, സംസാരത്തിൻ്റെ ആ വൃക്ഷം, സംസാരവൃക്ഷം എന്ന് പറയാറില്ലേ, ആ സംസാരവൃക്ഷത്തിൻ്റെ തായ്വേരായിരിക്കുന്ന ഭവതരോ സ്ഥിരാം സർവദുഃഖ നിഹന്ത്രീം ച, എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതെയാക്കുന്ന, സ്മരണാത് സർവകാമദാം, ഒന്ന് സ്മരിച്ചാൽ തന്നെ നമ്മുടെ എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങളെയും സാധിപ്പിക്കുന്നവളാണ്, സർവാഭീഷ്ടപ്രദായിനിയാണ് ഈ അമ്മ എന്ന് പറയുന്നു. അതേപോലെ മോക്ഷദാം ച മുമുക്ഷൂണാം, മോക്ഷം ആഗ്രഹിക്കുന്ന ആളുകൾ, അവരെയാണ് മുമുക്ഷുക്കൾ എന്ന് പറയാം, അവർക്ക് മോക്ഷം കിട്ടും. അതേപോലെ കാമദാം ച ഫലാർത്ഥിനാം, ഫലാർത്ഥികൾക്ക്, എന്തെങ്കിലുമൊക്കെ ആഗ്രഹത്തോടു കൂടി ഭഗവതിയെ ആശ്രയിക്കുന്ന ആളുകൾക്ക് ഇഷ്ടഫലത്തെ നൽകി അനുഗ്രഹിക്കുന്നു. ത്രിഗുണാതീത രൂപാം ച, മൂന്ന് ഗുണങ്ങൾക്കും അതീതയായി, സഗുണ രജോ ഗുണ തമോ ഗുണഭാവങ്ങൾക്ക് അതീതയായി, ത്രിഗുണങ്ങളെ മഹത്തത്വാദി അഹങ്കാരാദി വികാരങ്ങളാക്കുന്ന ത്രിഗുണാതീത രൂപാം ച ഗുണവിസ്താരകാരകാം നിർഗുണാം സഗുണാം തസ്മാത്താം ധ്യായന്തി ഫലാർത്ഥിന. ഇപ്പം നിർഗുണയാണെന്നും സഗുണയാണെന്നും ഫലകാംക്ഷികളായിരിക്കുന്ന ഭക്തന്മാര് അമ്മയെക്കുറിച്ച് വിചാരിക്കുന്നു. നിരഞ്ജനം നിരാകാരം നിർലേപം നിർഗുണം കില. നിരഞ്ജനമാണ് ഭഗവതി, നിരാകാരമാണ് ഭഗവതി, പ്രത്യേകമായിട്ടുള്ള ഒരു സ്വരൂപമില്ലാത്തവളാണ് ഭഗവതി. നിർലേപം, അതേപോലെ നിർഗുണം, ഗുണാതീതമായിരിക്കുന്നവൾ, അതാണ് നിർഗുണം എന്ന് പറഞ്ഞാൽ. ഒരു ഗുണവുമില്ലാത്തവൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഗുണവുമില്ലാത്തവളല്ല, എല്ലാ ഗുണങ്ങൾക്കും അതീതമാകുന്ന ഒരു ഭാവത്തിലേക്ക് എത്തിയ ആള്, അതാണ് നിർഗുണ എന്ന് പറയുന്നത്. അങ്ങനെ അരൂപം വ്യാപകം ബ്രഹ്മ പ്രവദന്തി മുനീശ്വര, രൂപരഹിതമായി സർവവ്യാപകമായ ബ്രഹ്മമാണ് ഈ കാരണം എന്നും ചില മുനീശ്വരന്മാര് പറയുന്നു. വേദോപനിഷതി പ്രോക്തസ്തേജോമയ ഇതി ക്വചിൽ, തേജോമയനായിരിക്കുന്ന പുരുഷനാണ് കാരണമെന്ന് വേദോപനിഷത്തുക്കളിൽ ചിലയിടത്ത് പറയുകയും ചെയ്യുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. ഇങ്ങനെ 8 ശ്ലോകങ്ങളെ കൊണ്ട് ആ ഭഗവതിയുടെ മഹിമ, ആ ഭഗവതിയാണ് ജഗത് കാരണ സ്വരൂപിണിയായിരിക്കുന്നത് എന്ന് കാണിക്കുന്ന ആ ഭാഗങ്ങൾ 38-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ്. നാളെ നമുക്ക് ആ പുരുഷസൂക്തത്തിലൊക്കെ പറയുന്നത് പോലെ സഹസ്രശീർഷ പുരുഷ സഹസ്ര നയനസ്തഥ എന്ന രീതിയിൽ, അപ്പോൾ
സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് എന്നാണ് പുരുഷ സൂക്തത്തിൽ പറയുക. അപ്പം അതേപോലെ 1000 തലയും 1000 കണ്ണും 1000 കൈയും 1000 ചെവിയും 1000 മുഖവും 1000 കാലും എന്ന് വെച്ചാൽ ഇവിടെ സഹസ്രം എന്നുള്ളത് 1000 എന്നുള്ളതിനേക്കാൾ കൂടുതൽ അത് യോജിക്കേന്ദ്ര അനേകം, അപ്പോൾ അത്രയധികം എന്നുള്ള രൂപത്തിലാണ്. അല്ലാതെ ഒരാൾക്ക് 1000 മുഖമുണ്ടെങ്കിൽ 1000 കണ്ണു പോരാ, അല്ലേ? 2000 കണ്ണു വേണം, 2000 കൈകൾ വേണം, അതേപോലെ 2000 ചെവി വേണം, 2000 കാലുകൾ വേണം. അപ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിലേക്ക് വരുള്ളൂ. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിരവധി എന്നുള്ള അർത്ഥത്തിലാണ് സഹസ്രം എന്നുള്ളത് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൂടി നമ്മൾ മനസ്സിലാക്കുക. നാളെ ആ 39ാമത്തെ ശ്ലോകത്തോടുകൂടി നമുക്ക് ഈ യജ്ഞം പുനരാരംഭിക്കാം. അതിന് ഭഗവതി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീ ജഗദംബികായൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു.
കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.